ചിക്കൻ ഇനി കറി വെക്കാനായിട്ട് വാങ്ങിക്കുമ്പോഴേ 2-3 പീസ് മാറ്റി വെച്ചോളൂ കേട്ടോ. നമുക്ക് വ്യത്യസ്ത രുചിയിലുള്ള ഒരു ചിക്കൻ കബാബ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് 1/4 കപ്പ് തൈരിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. 2 സൈഡും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാലയുടെ ബാക്കി ചേർത്ത് കൊടുത്ത് ഇനി ആ ഗ്രേവി ഒക്കെ പറ്റുന്നത് വരെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ആ വെള്ളം വെറ്റുന്ന വരെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ചിക്കൻ നന്നായി കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും മല്ലിയിലയും ചേർത്ത് ചിക്കൻ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയതിന് ശേഷം മുട്ടയിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തന്തൂരി ചിക്കന്റെ ടേസ്റ്റ് ആണ് ഈ ഒരു ചിക്കൻ കബാബിന്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം.